ഏതോ ഒരു നാഗം മധുമതിയുടെ മേൽ വിഷം പ്രയോഗിച്ചിരിക്കുന്നു. വിഷം പതിയെ രക്തത്തിലേക്ക് അലിഞ്ഞു ചേരും. അതുകൊണ്ട് എന്റെ പ്രാണനും അപായം സംഭവിക്കുമെന്ന് ഉറപ്പാണ്. അമ്മേ, അമ്മ എന്തു പറ്റി? എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടോ? അമ്മേ, അമ്മ എന്താ പറ്റിയത്? അമ്മേ, ഇതെന്താ ഇത്? ദേഹാകെ നീല നിറമായിരിക്കുവാണല്ലോ. എന്താ എന്താ പറ്റിയിട്ടുണ്ടാവാ? ഇതെന്താ ഇത്? ഏതോ ഒരു സർപ്പത്തിന്റെ വിഷയച്ചതുപോലെ ഉണ്ടല്ലോ. ഞാൻ ഇവിടെ ഉള്ളപ്പോ ഏത് സർപ്പമാണ് വന്നിരിക്കുന്നത്? എന്റെ കണ്ണ് വെട്ടിച്ച് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്ത് ഇവിടെ നിന്നും രക്ഷപ്പെട്ടിരിക്കുന്നു. ആദ്യം ഈ വിഷം ശരീരത്തിൽ നിന്ന് ഇറക്കിയേ പറ്റൂ. അതാ ചെയ്യേണ്ടത്. എന്റെ ശക്തി കൊണ്ട് ഈ വിഷം തിരിച്ചെടുക്കാനാവുന്നില്ല. ഏത് സർപ്പോ ഇത്? ഏത് സർപ്പമായിരിക്കും? അമ്മയുടെ ഈ ബുദ്ധിമുട്ട് കാണുമ്പോ ഇത് മുടിനാഗത്തിന്റെ വിഷമാണെന്നാ തോന്നുന്നത്. മുടിനാഗം എന്തിന് ഇങ്ങോട്ടേക്ക് വന്നത്? ഇവരോട് അതിനെന്താ ദേഷ്യം? വിഷം രക്തത്തിൽ കലർന്നെന്നാ തോന്നുന്നേ. ഇനിയും താമസിച്ച 2 ജീവനും അപകടമാണത്. എന്റെയും മഹാദേവ, എന്താ ഞാനിപ്പോ ചെയ്യാ? മായാങ്കനെ വന്നോ? ഞാൻ ഏൽപ്പിച്ച കാര്യങ്ങൾ എന്തായി? ആ മധുമതിയെ കൊന്നുകളഞ്ഞില്ലേ? പറയ. ആ മധുമതിയുടെ മേലെ വിഷം പ്രയോഗിച്ചിട്ടുണ്ട്. അവളിനി ജീവിക്കാൻ സാധ്യതയില്ല. എത്ര സന്തോഷമുള്ള കാര്യമാണെന്നറിയോ ഇത്? സബാഷ്. ആ വീട്ടിൽ സർപ്പവിഷമേറ്റൊരു മരണമുണ്ടാകണമെന്ന് ഞാൻ എത്രയോ ദിവസം കൊണ്ട് ആഗ്രഹിക്കുന്നുണ്ടെന്നറിയുമോ? അവസാനം അത് നിന്നിലൂടെ സംഭവിച്ചു. നിന്നോട് എത്ര നന്ദി പറഞ്ഞാലും അത് കുറഞ്ഞു പോവുകയുള്ളൂ. എനിക്ക് നിന്റെ നന്ദിയുടെ ഒന്നും ആവശ്യമില്ല. നീ എന്നോട് പറഞ്ഞ പണി ഞാൻ ചെയ്തു തീർത്തിരിക്കുന്നു. എനിക്ക് നിന്റെ ബന്ധനത്തിൽ നിന്ന് മുക്തി തരാൻ പറ്റുമോ? 20 വർഷമായി നീ എന്നെ നിന്റെ ബന്ധനത്തിൽ വെച്ചിരിക്കുകയാണ്. എന്നെ അതിൽ നിന്നൊന്ന് മോചിപ്പിക്ക്. ശരി, നിന്റെ സഹായത്തിന് പ്രതിഫലമായി ഞാൻ നിന്നെ എന്റെ ബന്ധനത്തിൽ നിന്നും മോചിപ്പിക്കാം. നിനക്ക് കോടി പ്രണാമം. നിക്ക്, ഒരു കാര്യം ഓർമ്മയിലുണ്ടാവണം. നീ ഒരു കാരണവശാലും ശിവാനിയുടെ കയ്യിൽ പോയി പെടരുത്. ഉറപ്പായിട്ടുമില്ല. ശിവാനി, നിനക്കൊരു കാരണവശാലും മധുമതിയെ രക്ഷിക്കാനാവില്ല. നാഗലോകത്തുള്ളവർക്ക് ഏത് വിഷം വേണമെങ്കിലും തിരിച്ചെടുക്കാൻ സാധിക്കും. എന്നാൽ മുടിനാഗത്തിന്റെ വിഷം തിരിച്ചെടുക്കാൻ മുടിനാഗം തന്നെ വേണം. അവളെ നിനക്ക് കിട്ടുകയില്ല. മധുമതിയെ രക്ഷിക്കാനും നിനക്ക് സാധിക്കുകയില്ല. ശിവാനി, നിന്റെ കൂടെയുള്ള ഓരോരുത്തരുടെയും ജീവൻ ഞാൻ എടുത്തിരിക്കും. വേദന അനുഭവിക്കാൻ നീ തയ്യാറായിക്കൊള്ളു. മുടിനാഗമാണ് അമ്മയുടെ മേലെ വിഷപ്രയോഗം നടത്തിയിരിക്കുന്നത്. വിഷം തിരിച്ചിറക്കണമെങ്കിൽ ആ മുടിനാഗൻ തന്നെ വന്നേ പറ്റൂ. അതിനെ കൊണ്ട് മാത്രമേ അമ്മ ഇപ്പൊ രക്ഷിക്കാൻ പറ്റൂ. അയ്യോ അമ്മേ, അമ്മ ഇങ്ങോട്ട് നോക്ക്. അമ്മയ്ക്ക് ഒന്നും സംഭവിക്കില്ല. ഞാൻ അമ്മയെ രക്ഷിച്ചോളാം. ഒന്നും ആവില്ല അമ്മേ. വേറൊരു വഴിയുമില്ല. ആ മുടിനാഗത്തിനെ എവിടെയാന്ന് വെച്ചാ തേടുക. മഹാദേവ, നാഗലോകത്ത് നിന്നും ഇതേ ഉദ്ദേശമായിട്ട് വന്ന നാഗമായിരിക്കും അത്. അതോ വേറെ ആരെങ്കിലും ഈ ഉദ്ദേശത്തിന് വേണ്ടി അതിനെ വിളിച്ചു വരുത്തിയതായിരിക്കും. മനസ്സിലാവുന്നില്ല. അമ്മയുടെ ശരീരത്തിലെ വിഷത്തിന്റെ കാഠിന്യം കുറയ്ക്കാൻ സർപ്പഗന്ധദ്രവ്യം കൊടുത്തു നോക്കാം. ഓം നമഃ ശിവായ. അമ്മ നോക്കിയേ, അമ്മയ്ക്കൊന്നും പറ്റില്ല. മരുന്ന് തന്നിട്ടുണ്ട്, എല്ലാം ശരിയായിക്കോളും. അമ്മേ, അയ്യോ ബോധം പോയല്ലോ. ഇല്ല, ഞാൻ ഇനിയും താമസിച്ച ജീവൻ നഷ്ടാവും.
ആദ്യം ആ മുടിനാഗത്തെ കണ്ടുപിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരണം. ആ മുടിനാഗം എവിടെയാണെങ്കിലും അതിനെ കണ്ടുപിടിക്കണം. അങ്ങനെ കണ്ടുപിടിച്ചാൽ മാത്രമേ അമ്മയുടെ ജീവൻ രക്ഷിക്കാനാകൂ. എന്റെ ശക്തി ഉപയോഗിച്ച് ആ നാഗത്തെ കണ്ടുപിടിക്കണം. ഓം നമ ശിവായ. പോകൂ. ആ മുടിനാഗം എവിടെയാണോ ഉള്ളത് അതിനെ കണ്ടുപിടിച്ചു തരൂ. പോകൂ. ഏതോ ഒരു ശക്തി എന്തിനാണ് നിങ്ങൾ പിന്തുടരുന്നത്? ഇതിന്റെ കയ്യിൽപ്പെട്ടാൽ എനിക്ക് അപകടം സംഭവിക്കുമെന്ന് ഉറപ്പാ. വേണ്ട വേണ്ട. ഏയ്, ആരാ നീ? വിഷപ്രയോഗം നടത്തി രക്ഷപ്പെടാന്ന് കരുതിയോ? നിന്നെ കൊണ്ട് തന്നെ എന്റെ അമ്മയെ ഞാൻ രക്ഷിക്കും. അമ്മയുടെ ദേഹത്ത് പ്രയോഗിച്ച വിഷം തിരിച്ചെടുക്ക്. അമ്മയ്ക്കൊരാപത്തും വരരുത്. ഈ ജോലി നീ ചെയ്തില്ലെങ്കിൽ നിന്റെ ജീവൻ ഞാൻ ഇല്ലാതാക്കും. ഏയ്, ആരാ നീ? എന്തിനാ അമ്മയുടെ മേൽ വിഷം പ്രയോഗിച്ചത്? നിന്റെ യഥാർത്ഥ രൂപം കാണിക്ക്. ഇല്ലെങ്കിൽ നീ നാഗലോകത്തുള്ളവളാണെന്ന് പോലും നോക്കാതെ നിന്നെ ഞാൻ ഇവിടെ വെച്ച് തന്നെ ഇല്ലാതാക്കിക്കളെ. ഹേയ്, വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കണ്ട. നിന്റെ യഥാർത്ഥ രൂപം കാണിക്ക്. നീയോ ജോലിക്കാരിയായിട്ട് ഞങ്ങളുടെ വീട്ടിൽ കയറിയിട്ട് എന്ത് പണി ഒപ്പിച്ചു വെച്ചേക്കുന്നേ? നാഗലോകത്തുള്ളവരോടുള്ള വിശ്വാസം നശിപ്പിക്കാണോ? നാഗലോകത്തെ മഹാറാണി, എന്നോട് ക്ഷമിക്കണേ. എന്തിനാ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്? അമ്മ എന്ത് തെറ്റ് ചെയ്തിട്ടാ? നീ എന്തിനാ അവരോട് ഇത്ര ദേഷ്യം കാണിച്ചത്? ഈ കാര്യം ചെയ്തു തീർക്കാനായിട്ട് മാത്രം എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചതാ. അവരുടെ വാക്ക് കേട്ട ഞാൻ ഈ തെറ്റ് ചെയ്തേ. ആരാ നിന്നെ വിളിച്ചത്? എന്നെ 20 വർഷമായി ദിഗ്ബന്ധനത്തിൽ വെച്ചിരിക്കുന്ന ശക്തിയായി ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കാന്ന് പറഞ്ഞ് മോഹിപ്പിച്ചു. എന്നോട് ക്ഷമിക്കണേ മഹാറാണി. ശരി, തെറ്റ് മനസ്സിലാക്കി നീ ക്ഷമ ചോദിച്ചല്ലോ. നിന്നോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. നിന്നെ ഇങ്ങോട്ടേക്ക് അയച്ചത് ആരാണെന്ന് എന്നോട് പറ. അത് ഞാൻ അവരെ കുറിച്ച് പറഞ്ഞ എനിക്ക് അപകടം ഉണ്ടാവും. വീണ്ടും ആ ശക്തിയുടെ ദാസിയായി ജീവിക്കാൻ എനിക്ക് ഇഷ്ടമില്ല മഹാറാണി. ഇനി എന്റെ കൺമുന്നിൽ വരരുത്. ആദ്യം ഇവിടുന്ന് പോവാൻ നോക്ക്. ഒരുപാട് നന്ദിയുണ്ട്. ആരായിരിക്കും അത്? എന്റെ ശത്രുവാണോ? ആരാണെങ്കിലും ആദ്യം ഇതിനൊരു പരിഹാരം കണ്ടെത്തിയേ പറ്റൂ. ഈ നീച പ്രവൃത്തിക്ക് പിന്നിൽ ആരാണെങ്കിലും അവരെ ഞാൻ വെളിച്ചത്ത് കൊണ്ടുവരണം. മഹാദേവ, ഈ അമ്മയും കുഞ്ഞിനെയും നീ രക്ഷിച്ചല്ലോ. അത് മതി.
ഇപ്പൊ തന്നെ മധുമതിയുടെ പ്രാണൻ പോയത് മനസ്സിലാക്കി വീട്ടിൽ വലിയ പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടുണ്ടാവുമെന്നാണ് കരുതിയിരുന്നത്. എന്നാൽ എല്ലാം ശാന്തമായിരിക്കുന്നു. ഇനിയും പ്രാണൻ പോയ കാര്യം അറിഞ്ഞില്ല എന്ന് തോന്നുന്നു. ഇതെന്താണിത്? മധുമതിയുടെ ദേഹം നീലയായി മാറിയില്ലല്ലോ. അപ്പോ മുടിനാഗത്തിന്റെ വിഷം അവൾ കേട്ടതേയില്ലേ? ഇതെങ്ങനെ സാധിക്കും? ശിവാനിയും അവളുടെ അടുത്ത് തന്നെയുണ്ടല്ലോ. അവൾ ഇനിയും രക്ഷിച്ചതായിരിക്കുമോ? മുടിനാഗം ശിവാനിയുടെ കയ്യിൽ അകപ്പെട്ടോ? എന്നെ തന്നെ കൊല്ലാൻ നോക്കുന്നുവോ മായാങ്കനെ? ആരുടെ ശബ്ദം ഇത്? എവിടെയോ കേട്ടിട്ടുള്ളത് പോലുണ്ടല്ലോ. പരിചയമുള്ള ശബ്ദം തന്നെ ഇത്. നീ മറക്കാൻ സാധ്യതയില്ല. എന്താണെന്ന് വച്ചാ ചെയ്തു തന്ന സഹായം ചെറുതൊന്നുമല്ലല്ലോ. മഹാമായി, സഭാഷ്. നിനക്ക് ശക്തികൾ തന്ന് ത്രികാല ദിഗ്ബന്ധനത്തിൽ നിന്ന് മോചിപ്പിച്ചത് ഞാനാണ്. ഓർമ്മയുണ്ടോ അത്? മഹാമായി എവിടെയുള്ളത്? ഇപ്പോഴും ജീവനോട് തന്നെയുണ്ടോ? നിന്റെ കൺമുമ്പിൽ തന്നെ മധുമതിയുടെ വയറ്റിൽ ജീവനായി തന്നെയുണ്ട്. അത് നിങ്ങളായിരുന്നോ? എന്റെ കൊച്ചുമകന് വേണ്ടി വീണ്ടും ജനിച്ചു വരികയാണ് ഞാൻ. എന്റെ കൊച്ചുമകനെ സഹായിക്കാനായി ഞാൻ നിന്നെ ഇങ്ങോട്ട് വിട്ടപ്പോൾ നീ എന്നെ തന്നെ കൊല്ലാൻ പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണോ? അയ്യോ, ഇല്ല മഹാമായി, ഞാൻ നിങ്ങളെ കൊല്ലാൻ വേണ്ടി പ്രയത്നിച്ചിട്ടില്ല. ആ കുഞ്ഞ് നിങ്ങളാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. നിങ്ങളോടുള്ള നന്ദി പറഞ്ഞാ തീരില്ല. ഞാൻ നിങ്ങളെ എന്തിനാണ് കൊല്ലാൻ നോക്കുന്നത്? തെറ്റുപറ്റിപ്പോയി, ക്ഷമിക്കണം. ആ, സാരമില്ല. അറിയാതെ സംഭവിച്ച തെറ്റായതുകൊണ്ട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ഈ പ്രാവശ്യത്തേക്ക് മാത്രം. ശരി ശരി മഹാമായി. ഇതെന്താ ഇത്? മഹാമായി വീണ്ടും പുനർജനിക്കാൻ പോകുന്നു. മഹാമായി വന്നാൽ ശിവാനിയുടെയും ആദിശേഷന്റെയും കാര്യത്തിൽ എന്തായാലും ഒരു തീരുമാനമുണ്ടാകും. പിന്നീട് ഒരിക്കലും അവരെ ഒരുമിക്കാൻ ഒരു സാധ്യതയുമില്ല. ശിവാനി എഴുന്നേറ്റ് പോയല്ലോ. പാവം, ഞാനിവിടെ കിടന്ന് ഉറങ്ങിയതുകൊണ്ട് അവക്ക് രാത്രി ഉറങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. ഇവരുടെ ഈ ഒത്തൊരുമ കാണുമ്പോ എന്റെ കണ്ണ് തന്നെ പെടുമെന്ന് തോന്നുന്നുണ്ട്. ശിവാനി തൃശൂലിന്റെ കൂടെയും ഈ വീട്ടിലുള്ളവരുടെ കൂടെയും നന്നായിട്ട് ഇണങ്ങിക്കഴിഞ്ഞു. ഭഗവാൻ നിങ്ങളെ രണ്ടുപേരെയും എന്നും ഇങ്ങനെ തന്നെ ഇരുത്തട്ടെ. രാത്രിയിൽ ഒരല്പം വൈകിയിരുന്നെങ്കിൽ 2 ജീവനും നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലെത്തിയേനെ. ഭാഗ്യം ആ മഹാദേവൻ കാത്തല്ലോ. ഈ കാര്യം വീട്ടിൽ ആരും തന്നെ അറിയണ്ട. അറിഞ്ഞാൽ അത് വേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. കുഞ്ഞ് ജനിക്കുന്നത് വരെ അമ്മ ഈ വീട്ടിൽ താമസിക്കുന്നത് സുരക്ഷിതമല്ല. എന്നോട് വിദ്വേഷമുള്ളവരാരായാലും അവർ ചിലപ്പോ അമ്മയെ ഉപദ്രവിച്ചേക്കും. ഇല്ല, എന്തെങ്കിലും ചെയ്ത് അമ്മ ആദ്യം ഇവിടെ നിന്ന് പറഞ്ഞു വിടണം. അതാ നല്ലത്. മുത്തശ്ശി, എനിക്ക് മുത്തശ്ശിയോട് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു. അയ്യോ, സംസാരിക്കും മോളെ. അതിനൊക്കെ അനുവാദം ചോദിക്കേണ്ട കാര്യമുണ്ടോ? അനുവാദം വേണം, പക്ഷെ സംസാരിക്കാനല്ല. മധുമതി അമ്മയെ തിരിച്ച് വീട്ടിലേക്ക് പറഞ്ഞു വിടാം. എന്താ, മധുമതിയെ പറഞ്ഞയക്കാനോ? എന്താ മോളെ ഇത്? ഇന്നലെയല്ലേ അവൾ ഇങ്ങോട്ട് വന്നത്? കുറച്ചു ദിവസം ഇവിടെ നിൽക്കട്ടെ. വേണ്ട മുത്തശ്ശി, ഇതിനു മുന്നേ വീട്ടിൽ നമ്മൾ പാമ്പിനെയൊക്കെ കണ്ടതല്ലേ. അങ്ങനെയുള്ള സമയത്ത് അമ്മ ഇവിടെ നിന്ന് അത് അമ്മയ്ക്ക് തന്നെ ബുദ്ധിമുട്ടാകും. ആ, അത് ശരിയാ.
ഞാൻ ഈ കാര്യത്തെപ്പറ്റി ഓർത്തതേ ഇല്ല മോളെ. നീ പറഞ്ഞത് ശരി തന്നെയാ മോളെ. മധുമതി അവളുടെ വീട്ടിൽ നിൽക്കുന്നതാ നല്ലത്. ഞാൻ അവളോട് പോയി ഒന്ന് സംസാരിക്കട്ടെ. ശിവാനി, അതെങ്ങനെ ശരിയാവാ? നാളെ തന്നെ അങ്ങനെ പറഞ്ഞു വിടാനൊക്കെ പറ്റുമോ? ഇത്രയും ദിവസം മധു അവളുടെ വീട്ടിലായിരുന്നില്ലേ? ഇനി കുറച്ചു ദിവസം ഇവിടെ നിൽക്കട്ടെ. വേണ്ട അങ്കിൾ, അമ്മയെ തിരിച്ചു കൊണ്ടുവിടണം. ശിവാനി, എന്താ മോളെ ശിവാനി, ഞാനിവിടെ നിൽക്കുന്നത് നിനക്ക് ഇഷ്ടമല്ലേ? അയ്യോ, അതുകൊണ്ടല്ലമ്മേ. ഈ വീട്ടില് എന്തൊക്കെയോ നടക്കുന്നുണ്ട്. അത് കാരണം അമ്മയ്ക്കും കുഞ്ഞിനും ബുദ്ധിമുട്ടുണ്ടാവണ്ടെന്ന് കരുതി പറഞ്ഞതാ. മധുമതി, കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഈ വീട്ടിൽ ഒരു പാമ്പിനെ കണ്ടായിരുന്നു മോളെ. അതുകൊണ്ടാ ശിവാനി അങ്ങനെയൊക്കെ പറയുന്നത്. ആ പാമ്പിനെ നമ്മൾ പുറത്തു കൊണ്ട് കളഞ്ഞല്ലോ. പിന്നെ നിങ്ങൾ എന്തിനിങ്ങനെ പേടിക്കുന്നേ? പാമ്പ് ഇപ്പോ വീട്ടിലില്ല. പക്ഷെ ഇനിയും അത് വരാനിടയായ അതോർത്ത് പേടിച്ചിട്ടാ. എന്നാലും കൊച്ചമ്മേ, ഞാനൊരു 2-3 ദിവസം നിന്നോട്ടെ അമ്മേ. പിന്നീട് വന്നാ പോരെ അമ്മേ. ത്രിവിക്രമിനെ ഒന്ന് കണ്ടിട്ട് പോവാൻ ശിവാനി. എന്തോ എനിക്ക് അവനെ കാണണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. അവനൊന്ന് വന്നോട്ടെ. അവൻ ദിഗ്വിജയന്റെ കൂടെ പോയിരിക്കുകയല്ലേ. തിരിച്ചു വരാൻ എന്തായാലും താമസിക്കും. എന്നാലും അമ്മേ, ഒരു 15 ദിവസം കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് തിരിച്ചു വരാലോ. അമ്മയുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ വാശി പിടിക്കുന്നത്.